രഞ്ജി ട്രോഫിയിൽ റണ്ണേഴ്സപ്പായ കേരള ടീം തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി രഞ്ജി ഫൈനലിൽ കളിച്ച കേരള ടീമിനെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് വിദർഭ മറികടന്നത്. അല്പസമയത്തിനകം ടീം തലസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രഞ്ജി ട്രോഫിയിൽ റണ്ണേഴ്സപ്പായ കേരള ടീം തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. ചരിത്രത്തിലാദ്യമായി രഞ്ജി ഫൈനലിൽ കളിച്ച കേരള ടീമിനെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് വിദർഭ മറികടന്നത്. ഇപ്പോൾ അവർ ടീം ഒന്നാകെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. വൻ വരവേൽപ്പാണ് ടീമിനായി KCA അടക്കം ഒരുക്കിയിരിക്കുന്നത്. ആരാധകരടക്കം ടീമിനെ വൻ സ്വീകരണത്തോടുകൂടി വരവേൽക്കാനായി ഒരുങ്ങി നിൽക്കുകയുമാണ്. ബേബിയുടെ മുഖം മുറി ബേബിയുടെ മുഖം മുറി ബേബിയുടെ മുഖം മുറി ചരിത്രം കുറിച്ചുള്ള മടങ്ങിവരവാണ് ടീമിൻ്റേത്. വിശദാംശങ്ങൾ നൽകാനായി മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, ഏതാണെങ്കിലും ഏവരെയും ആവേശത്തിലാഴ്ത്തിയുള്ള ഒരു മടങ്ങിവരവാണ് നാം ഈ കാണുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജി ട്രോഫി താരങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എയർപോർട്ട് മുതലായിട്ടുള്ള ആൾക്കാർ സ്വീകരിക്കാൻ മീരയുടെ ടെലിഫോൺ ലൈനിൽ തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും രഞ്ജി ട്രോഫിയിൽ റണ്ണേഴ്സപ്പായ കേരള ടീം തലസ്ഥാനത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ടീം വന്നെത്തിയത്. എന്താണെങ്കിലും വലിയ ആവേശത്തോടുകൂടി ടീം അംഗങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ വരവേറ്റിരിക്കുകയാണ് ഇപ്പോൾ KC അടക്കം. ഒപ്പം തന്നെ വലിയ ആരാധക വൃന്ദമാണ് ടീമിനെ ഈ ചരിത്ര നിമിഷത്തിൽ അവരെ വരവേൽക്കാനായി കാത്തിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ഫൈനൽ കളിച്ച കേരള ടീമിനെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ബലത്തിലാണ് വിദർഭ മറികടന്നത്. നാളെ സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം സ്വീകരണ പരിപാടികൾ നടക്കാനിരിക്കുകയുമാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നുണ്ട്. രുജീഷ്, വലിയ രീതിയിൽ ആഹ്ലാദം പങ്കിടുന്ന ഒരു സമയമാണ്. എന്തൊക്കെയാണ് അവിടുത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? അത് തന്നെയാണ്. ഒരുപക്ഷെ കേരള ക്രിക്കറ്റ് ടീം ഇതുപോലൊരു സ്വീകരണം ഇതിനു മുൻപ് ഏറ്റുവാങ്ങിയിട്ടുണ്ടാകില്ല. കാരണം നമുക്കറിയാം, രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ ഉണ്ടായത്. അത് എല്ലാ കാലത്തും തെക്കൻ സംസ്ഥാനങ്ങളിൽ കേരളം എന്ന ഒരു ക്രിക്കറ്റ് സംസ്ഥാനമുണ്ടോ എന്ന കാര്യത്തിൽ പലരും വിമർശനത്തോടെ അല്ലെങ്കിൽ അത്ര പ്രാധാന്യം കൽപ്പിക്കാതെ കണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് സമീപകാലത്ത് കേരള ക്രിക്കറ്റ് ടീം അത് ഏറ്റവും ഉജ്ജ്വലമായ പ്രകടനം സമീപകാലത്ത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലാകട്ടെ അത് ടെസ്റ്റ് ക്രിക്കറ്റിലാകട്ടെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ രഞ്ജി സീസണിൽ കേരളം കാഴ്ചവെച്ചത് പരാജയം അറിയാതെയാണ് കേരളം ഫൈനലിലേക്ക് മുന്നേറിയത് എന്നത് എടുത്തു പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗ്രൂപ്പ് ഘട്ടത്തിൽ പോലും കരുത്തുറ്റ ടീമുകൾക്കെതിരെ നേരിടേണ്ടി വന്ന സാഹചര്യത്തിലെല്ലാം തന്നെ 3 വിജയവും 4 സമനിലയുമായാണ്
കേരളം ഗ്രൂപ്പ് ഘട്ടം മറികടന്നത്. പിന്നീടും കണ്ടത് കേരളത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ്. പലപ്പോഴും ഇന്ത്യൻ ടീമിൽ നിലവിൽ കളിക്കുന്ന താരങ്ങൾ പോലും കളിക്കുന്ന ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടി മുംബൈ അടക്കമുള്ള ടീമുകൾക്ക് ഫൈനലിൽ എത്താൻ സാധിക്കാതിരുന്ന ഒരു ടൂർണമെന്റിൽ അത് ഫൈനലിലേക്ക് കേരളം എത്തി എന്നത് മാത്രമല്ല, അവസാന നിമിഷം വരെ കേരള താരങ്ങൾ കാഴ്ചവെച്ച ഒരു പോരാട്ട വീര്യം അത് എടുത്തു പറയേണ്ടതാണ്. ഒരുപക്ഷെ ഈ മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ സച്ചിൻ ബേബി നമ്മുടെ ടീമിനൊക്കെ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് നമുക്ക് ഒരു രഞ്ജി ട്രോഫി വിൻ ചെയ്യാത്തതിൽ. ബട്ട് ഐ ആം വെരി പ്രൗഡ്. നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനെ കുറിച്ചും നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന് വലിയൊരു നന്ദി, ഇങ്ങനത്തെ വലിയൊരു സ്വീകരണം നൽകിയതിൽ. ഇത് മാത്രവുമല്ല, ക്രിക്കറ്റ് ആരാധകർ കേരളം മുഴുവൻ ക്രിക്കറ്റ് കാണാത്തവർ പോലും ഈ സീസൺ രഞ്ജി ഇരുന്ന് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ഒക്കെ കണ്ടു. അപ്പോൾ കേരളം മുഴുവൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുകയാണ്. അത് തിരിച്ചറിയുന്നില്ലേ? പിന്നെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ ഫൈനൽ എത്തിയപ്പോഴാണ് നമ്മൾ രഞ്ജി ട്രോഫിയുടെ ഒരു അത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞത്, എത്രയും ആൾക്കാർ ഫോളോ ചെയ്യണമെന്ന് അറിഞ്ഞത്. അതിൽ വളരെ സന്തോഷം. ഇനിയും നമ്മൾ കേരള ക്രിക്കറ്റിനെയും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരെയും നമ്മൾ പ്രൗഡാക്കും. ഇതിലും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. സന്തോഷം എന്നപ്പുറത്തേക്ക് മറ്റെന്താ പറയാനുള്ളത്? അല്ല, നമ്മൾ ചെറിയ സങ്കടമുണ്ട് നമുക്ക് ആ ഒരു റണ്ണേഴ്സപ്പ് ആയതിൽ. പക്ഷേ എല്ലാം ഹാപ്പനിങ് ഫോർ ഗുഡ്. ഞാൻ പറയില്ലേ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളാ ഫൈനൽ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു ഗോൾ എന്ന് പറയുന്നത് അവിടെ പോയി വിൻ ചെയ്ത് രഞ്ജി ട്രോഫി ആ ഒരു ഡൊമസ്റ്റിക് കപ്പ് നമുക്ക് കേരളത്തിലോട്ട് ഇതുപോലെ കൊണ്ടുവരണം തന്നെയാണ്. അയ്യോ, തീർച്ചയായിട്ടും. ഗോഡ് ബ്ലെസ്. താങ്ക് യു സോ മച്ച്. ക്യാപ്റ്റൻ സംസാരിക്കുകയായിരുന്നു. എന്താണെങ്കിലും തികഞ്ഞ അഭിമാനത്തോടു കൂടി തന്നെയാണ് ആ കപ്പ് ഉയർത്തിക്കൊണ്ട് ടീം കടന്നു വരുന്നത്. എന്താണെങ്കിലും വലിയ സന്തോഷം തന്നെയാണ് ടീം അംഗങ്ങൾ പങ്കുവയ്ക്കുന്നതും. അഭിമാന നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ തലസ്ഥാനം കടന്നു പോകുന്നത്. മീര മനോഹരൻ തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നുണ്ട്. മീര, ടീം അംഗങ്ങൾ ഒന്നാകെ വലിയ സന്തോഷത്തിലാണ്. സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ വലിയ ആ വരവേൽപ്പ് സ്വീകരിക്കുമ്പോൾ വലിയൊരു അഭിമാന നിമിഷത്തിൽ കൂടെ അവരെല്ലാവരും കടന്നു പോകുന്ന ഒരു സമയം, ഓരോ മലയാളിക്കും തികഞ്ഞ സന്തോഷം നൽകുന്ന ഒരു സമയം. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. കേരളത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ ഒരു കേരള ടീമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. KCയുടെ ഉൾപ്പെടെ ഭാരവാഹികൾ ഇവിടുന്ന് ഈ സംഘത്തോടൊപ്പമുണ്ട്. അതോടൊപ്പം നിരവധിയായ ആരാധകരും ഇവിടെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട് തങ്ങളുടെ താരങ്ങളെ ഒന്ന് കാണാൻ. ഈ താരങ്ങൾ ഇപ്പോൾ KCയുടെ ഓഫീസിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താരങ്ങളൊക്കെയും വാഹനത്തിൽ കയറിയെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ഏറെ അഭിമാനമുണ്ടെന്നുൾപ്പെടെ പ്രതികരണമാണ് ഉണ്ടായത്. കേരളത്തിൽ ഈ രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ എത്തുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് കളി കണ്ടാൽ മനസ്സിലാവും, തോൽവി എന്തെന്ന് അറിയാതെയാണ് ഈ നമ്മുടെ കേരള ടീം ഈ ഫൈനൽ വരെ എത്തിയത്. ഫൈനൽ എത്തിയിട്ടും സമനിലയിലായിരുന്നു ആ മത്സരം അവസാനിച്ചത്. ആ ഒരു നേട്ടത്തിൽ, ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു നേട്ടത്തിലേക്കായിരുന്നു ഇത്തവണത്തെ കേരള ടീം എത്തിയിട്ടുണ്ടായിരുന്നത്. സംഗീത. ശരി മീര, എന്താണെങ്കിലും രഞ്ജി ട്രോഫിയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ടീമിന് തലസ്ഥാനത്ത് വരവേൽപ്പ് നൽകിയിരിക്കുകയാണ്. വാനോളം ആവേശം ഉയർന്നിരിക്കുന്ന കാഴ്ചകളാണ് തിരുവനന്തപുരത്തു നിന്നും എത്തുന്നത്. മീര മനോഹരനും ഒപ്പം തന്നെ രുചി ശ്രീ രവീന്ദ്രനുമാണ് വിവരങ്ങളൊക്കെ നൽകിയത്.